ആദ്യം അറിയേണ്ടത് എന്താ? മജോറാന 1 ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ് ബേസിക്കലി നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത്. ഇറ്റ് ഈസ് എ ക്വാണ്ടം ചിപ്പ്. അത്രേ ഉള്ളൂ. ഫോർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സോ വാട്ട് ഈസ് ദ ആൻസർ? എ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പ് based on Majorana fermions engineered to exist in a new state of matter. That's it. മൈക്രോസോഫ്റ്റ് ആണ് ക്വാണ്ടം ചിപ്പാണ്. ചിലപ്പോൾ പറഞ്ഞു വരും മജോറാന 1 ഇറ്റ് ഈസ് എ ന്യൂ എപ്പിഡമിക്. ഓക്കെ, ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ, ഡിങ്ക ഡിസീസ്. അത് നല്ല രസമാണ്, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഓക്കെ, സോ യുവർ ആൻസർ ഈസ് ബി. Consider the following statement regarding UNSC. United Nations Security Council is very, very important. A resolution passed by the UNSC under Chapter 7 of the UN Charter is legally binding on all UN member states. Endha ningada answer adu? What you are saying about first statement? That is correct. If something United Nations Security Council aanu, so Chapter 7 is legally binding. It's about sanctions and military interventions ആണ്. ഓക്കെ, ഇത് ഇവിടുന്ന് പഠിക്കാന്നുള്ളേ ഉള്ളൂ. യുണൈറ്റിംഗ് ഫോർ പീസ് റെസൊല്യൂഷൻ അലോസ് ദ UN ജനറൽ അസംബ്ലി ടു ഓവർറൈഡ് എ വീറ്റോ കാസ്റ്റ് ബൈ എ പെർമനോ. അപ്പോൾ അതിൽ പഠിക്കേണ്ട ഇത്രയേ ഉള്ളൂ. യുണൈറ്റിംഗ് ഫോർ പീസ് എന്ന് പറയുന്ന റെസൊല്യൂഷൻ 1950 വന്നതാണ്. അപ്പോൾ യുണൈറ്റിംഗ് ഫോർ പീസ് ഈസ് സംതിങ് റിലേറ്റഡ് ടു UN ജനറൽ അസംബ്ലി ആൻഡ് ഓൾസോ ഇറ്റ് അലോസ് UNGA ടു റെക്കമെൻഡ് കളക്റ്റീവ് ആക്ഷൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു UNSCയെ പറ്റിയിട്ടൊക്കെയുള്ള കുറച്ച് ആഴത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പഠിക്കുക, ഇവിടെ നിന്ന് പഠിക്കുക, ലീവ് ഇറ്റ്, അത്രയും പറയുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ട്രൈ. ഇഫ് ഇറ്റ് ഈസ് റോങ്, നോ ഇഷ്യൂസ്. യാ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്ക്വാഡ് അലയൻസ്. സ്ക്വാഡാണെന്ന് ചാടി കയറിയിട്ട് ആൻസർ ചെയ്യാൻ പോകരുത്. Squad is entirely different from squad. You read the statement first. Squad alliance consisting of, ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ആണെങ്കിൽ ഇവിടുന്ന് പഠിക്കണേ. Consisting of, yes, US is there, Japan is there, Australia is there. US, Japan, Australia, ഇന്ത്യയും കൂടെ ഉള്ളതാണ് എന്ത്? സ്ക്വാഡ്. ഇതിൽ ഇന്ത്യ ഇല്ല സ്ക്വാഡിൽ. ആൻഡ് ദ ഫിലിപ്പീൻസ്. അപ്പം ഇന്ത്യക്ക് വരെ അവിടെ ആരാണ്? ഫിലിപ്പീൻസ് ആണ്. ഇനി എന്തിനാണ്? To counter China's growing military influence, particularly in the Western Pacific and the South China Sea. That is Squad. US, Japan, Australia, Philippines. ഇനി നോക്കുവാണേ, unlike the Quad alliance, which include India. Okay, പ്രശ്നമില്ല. Squad alliance maintains a more unified strategic vision due to the lack of internal divergence, such as differing stance on Russia and global conflicts. Correct. വായിച്ചപ്പോൾ തന്നെ ശരിയാണെന്ന് തോന്നിയില്ലേ? ഇവിടെ തെറ്റാണെന്ന് തോന്നിക്കാൻ എന്തെങ്കിലും മനസ്സിൽ വന്നോ? ഇല്ല. ഫോർമേഷൻ ഓഫ് സ്ക്വാഡ് വാസ് ഇനിഷ്യേറ്റഡ് അറ്റ് ദ ഫസ്റ്റ് ട്രൈലാറ്ററൽ സബ്മിറ്റ് അറ്റ് ദ വൈറ്റ് ഹൗസ് വെയർ ലീഡേഴ്സ് ഫ്രം ദ US, ജപ്പാൻ ആൻഡ് ഫിലിപ്പീൻസ് എഗ്രീഡ് ടു എൻഹാൻസ് മിലിറ്ററി കോർപ്പറേഷൻ ബിഫോർ ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ. ഇവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട് തെറ്റിക്കാനെന്ന് നോക്കിക്കേ. ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാം? റോങ് ആക്കാം. ഇനി ഇതെല്ലാം കൂടി ശരിയാകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഫസ്റ്റ് നിങ്ങൾ ശരിയാണെന്ന് ഉറപ്പിക്കുന്നു, സെക്കൻഡ് ഓക്കെ. അപ്പം ഇനി ഇതുകൂടി എന്തായാലും ശരിയാകില്ല. ഇനി 14 ആൻസർ എന്താ വരിക? അതും സി അല്ലേ? അപ്പോൾ അതൊന്ന് സ്ക്വാഡ് എന്താണെന്നൊന്ന് പഠിക്കുക. ജസ്റ്റ് റിമെമ്പർ, ഇന്ത്യ അതിനകത്തില്ല എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഇറ്റ് ഈസ് പ്രൈമർലി ടു കൗണ്ടർ ചൈന ഇൻ വെസ്റ്റേൺ പസഫിക് ആൻഡ് സൗത്ത് ചൈന സീ. ഓക്കെ, this is a good question. Dibru-Saikhowa National Park എവിടാണ്? ആസാം. Is one of the few places, underline the word one of the few places. I'm not saying is the only place. I'm saying it is one of the few places in the world where feral horses are found. Feral horse-ന്റെ പിക്ചർ ഒന്നും കണ്ടേ എല്ലാവരും? ഈ ഫെറൽ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഹോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ്. ഫെറൽ ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദ
വൈൽഡ് ഹോഴ്സ് ആണ്. ദേ ആർ ഡിസെൻഡൻസ് ഓഫ് ദോസ് ദാറ്റ് എസ്കേപ്ഡ് ഫ്രം ബ്രിട്ടീഷ് ആർമി സ്റ്റേബിൾസ് ഡ്യൂറിങ് വേൾഡ് വാർ 2. ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വന്നതാണ് പലയിടത്തു നിന്നും. ഓക്കെ, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് റൈറ്റ്. അപ്പോൾ അത് ഇന്ത്യയിലുണ്ട്. എവിടാ? ദിബ്രു സൈക്കോവ നാഷണൽ പാർക്കിൽ. ഓർക്കുക, they roam freely and are not domesticated, making them a rare population of wild horse in India. Okay. അപ്പോൾ ഫെറൽ ഹോഴ്സ് എന്ന് പറഞ്ഞൊരു ഹോഴ്സിനെ പറ്റി പഠിച്ചല്ലോ. ഫൈൻ. ഹാവ് യു ഹേർഡ് അബൌട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ്? അപ്പോൾ കേട്ടോ, സി, protected area permit is required by foreigners to visit certain regions in India. ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഫോറിനേഴ്സിന് വിസിറ്റ് ചെയ്യണമെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് വേണം. ഈ നോർത്ത് ഈസ്റ്റിലുള്ള ചില സംസ്ഥാനങ്ങളിൽ. അല്ല ഡിഫറെൻറ്റ്. പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് ഈസ് റിക്വയർഡ് ബൈ ഫോറിനേഴ്സ് ടു വിസിറ്റ് സർട്ടൻ റീജിയൻസ് ഇൻ ഇന്ത്യ ആസ് പെർ ദ ഫോറിനേഴ്സ് ഓർഡർ 1958. ഈ ഫോറിനേഴ്സ് ഓർഡർ 1958 നിങ്ങൾ ആരെങ്കിലും കേട്ടുണ്ടോ? കേൾക്കാത്തൊരു സാധനം അവിടെ കൊണ്ടുവച്ചില്ലേ? എന്താ സ്ട്രാറ്റജി? ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കേട്ടിട്ടില്ല, യു ആർ ഗോയിങ് ടു അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ. യു ആർ ഫോഴ്സ്ഡ് ടു അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഇത് ഇവിടെ ഒരു പ്രശ്നമുണ്ടേ. Protected area permit regime was permanently removed from Manipur, Mizoram, Nagaland in 2011 to promote tourism. It is not permanently removed. You think that it is permanently removed or temporarily removed? Okay, this is also correct. Union Home Ministry and state authorities have the authority. Union Home Ministry അല്ലെങ്കിൽ സ്റ്റേറ്റിനും പറ്റും to issue protected area permit. Okay. And which is valid for 10 days and it can be extended. അപ്പോൾ പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് എന്താണെന്ന് പറഞ്ഞല്ലോ. ഈ ഇന്നർ ലൈൻ പെർമിറ്റിനേക്കാൾ മുകളിലുള്ള സാധനമാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് എന്ന് പറയുന്നത്. ദീസ് ഏരിയാസ് ലൈ ബിയോണ്ട് ആൻ ഇന്നർ ലൈൻ പെർമിറ്റ് റീജിയൻ ആൻഡ് ആർ യൂഷ്വലി ക്ലോസ് ടു ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യൂഷ്വലി ക്ലോസ് ടു ഇൻ്റർനാഷണൽ ബോർഡേഴ്സ്. ഓക്കെ, ദെൻ ബോർഡേഴ്സ് ഇല്ലേ നമ്മുടെ ഈ എന്താ പറയുക, മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ആ ഏരിയ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബോർഡർ എന്നല്ല, ക്ലോസ് ടു ബോർഡർ ഏരിയാസ്, ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ഫോർ ദെയർ സേഫ്റ്റി ഓൾസോ, ഫോർ ദ സേഫ്റ്റി ഓഫ് ഫോറിനേഴ്സ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചു വരും. ചിലപ്പോൾ പറയും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് നാളുണ്ട്, 3 months, 5 months, 6 months, 1 year എന്നൊക്കെ പറയുന്നു. ഓൺലി 10 days. And it can be extended further. Okay. ഇനിയും only യൂണിയൻ ഹോം മിനിസ്ട്രി ഒന്നും അല്ല, യൂണിയൻ ഹോം മിനിസ്ട്രിക്കോ സ്റ്റേറ്റ് അതോറിറ്റീസിനോ എന്ത് ചെയ്യാം, പ്രൊട്ടക്റ്റഡ് ഏരിയ പെർമിറ്റ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടെമ്പറലി റിമൂവ്ഡ് ഫ്രം മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് ഇൻ 2011. ആൻസർ എന്താ? 1 and 3. ദിസ് ഈസ് ഗുഡ് ക്വസ്റ്റ്യൻ. സോ ആദ്യം അറിയുക, കെ രാധാകൃഷ്ണൻ പാനൽ റിലേറ്റഡ് ടു വാട്ട്? നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാം. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ദ പാനൽ സജസ്റ്റഡ് ദാറ്റ് NTA ഷുഡ് പ്രയോറിറ്റൈസ് കണ്ടക്ടിങ് എൻട്രൻസ് എക്സാം ഓവർ റിക്രൂട്ട്മെൻറ്റ് എക്സാം അണ്ടിൽ ഇറ്റ് സ്ട്രെങ്തൻ ഇറ്റ്സ് കപ്പാസിറ്റി. ഹൈ ചാൻസ് ദാറ്റ് ആ പാനൽ അങ്ങനെ പറയാൻ. കാരണം എൻട്രൻസ് എക്സാം, റിക്രൂട്ട്മെൻറ്റ് എക്സാംസിൽ കുറച്ച് പ്രശ്നങ്ങളില്ലേ, നമ്മളുടെ NTA എന്താ അലിഗേഷൻസ് ഒക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഈ പാനൽ പറഞ്ഞ എന്താണ്, ഇതിൻ്റെ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യുന്നിടം വരെയും what they should do, they should focus more on entrance exam rather than recruitment exam. Okay, correct. It recommends setting up coordination committees involving NTA, NIC, police, intelligence bureau to enhance. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Take it as right. Okay, തെറ്റിയാൽ നമുക്ക് പിന്നെ നോക്കാവുന്നേ അടുത്ത എക്സാമിന്. Okay, take it as right now. Okay. The panel proposed a Digi exam. Okay, Digi യാത്ര കേട്ടിട്ടില്ലേ? അതുപോലെ സാധനമാണ് Digi exam. യൂസിങ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അല്ല, ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. ആൻസർ ഈസ് ഓൺലി ടു ബി. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അബൌട്ട് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. വാട്ട് ഈസ് സെയിങ്?
Supreme Court recently ruled that NIA can investigate offenses connected to a scheduled offense even if committed by a person not originally accused in the case. ശരിയല്ലേ? NIA, that statement is correct. അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചു വെക്കുക. NIA can investigate offenses connected to a scheduled offense even if committed by a person not originally accused in the case. This is very important. Under Section 8 of the NIA Act 2008, the NIA has the authority to investigate non-scheduled offense if they are linked to an ongoing investigation of a scheduled offense. Okay. ഇപ്പോൾ NIA കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതൊന്ന് പഠിക്കണേ. So your answer is A. ഇത് കേട്ടപ്പോൾ അന്നചക്ര കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംതിങ് റിലേറ്റഡ് ടു ഫുഡ്, അന്നം. And the scan portal. So this type of informations are very important. ഈ പ്രിലിംസ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ കാണുമല്ലോ, ഒന്ന് എവിടെയെങ്കിലുമൊക്കെ മാറ്റി ഒന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. ഫോർ യുവർ മെയിൻസ് വാല്യൂ അഡീഷൻ. അന്നചക്ര, വാട്ട് ഈസ് ഇറ്റ്? It's a supply chain optimization tool developed by the Department of Food and Public Distribution in collaboration with the IIT Delhi and WFP Norway. പഠിച്ച് ഓർത്തിരിക്കാനുള്ള വഴി എനിക്കറിയില്ല, ഇവിടുന്ന് പഠിക്കുക. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കൊളാബറേഷൻ വിത്ത് IIT Delhi and the World Food Program. It's a digital platform that allows citizens to track food grain distribution. No. സ്കാൻ പോർട്ടൽ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്, പക്ഷേ അത് സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതല്ല. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് ശരിക്കും ഇറ്റ്സ് എ സിംഗിൾ വിൻഡോ പ്ലാറ്റ്ഫോം ഫോർ സ്റ്റേറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനാ? ടു സബ്മിറ്റ് സബ്സിഡി ക്ലെയിംസ് ടു ദ സെൻട്രൽ ഗവൺമെൻറ് അണ്ടർ ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം സ്റ്റേറ്റ്സിന് ചില സബ്സിഡികൾ ആര് കൊടുക്കും? സെൻട്രൽ കൊടുക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് പോർട്ടലാണ് എന്ത്? സ്കാൻ. It is not anything related to citizen. Okay, it's completely for a center state with regards to National Food Security Act. Okay, ഇവിടുന്ന് പഠിച്ചാൽ മതിയാവും. അതിട്ട് കേൾക്കല്ലേ? ഏത് മാസം കറണ്ട് അഫെയർ ഇത്? എനി ഐഡിയ? യെസ്, നൗ ഡിങ്ക ഡിസീസ്. ഇതെവിടെ? അടുത്ത സമയത്ത് എവിടെയാണ് ഡിങ്ക ഡിസീസ്? ഉഗാണ്ടയിലാണ്. ഓക്കെ, ശരിയാണ്. It's a neurological disorder affecting mainly women and girls, causing uncontrollable tremors resembling dance-like movements. ഡാൻസിങ് പ്ലേഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? 1518 ഫ്രാൻസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വെറുതെ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും, അത് തന്നെ. ഓക്കെ, അപ്പം ഇറ്റ് മെയിൻലി ഇമ്പാക്ട് വിമൻ ആൻഡ് ഗേൾസ്. ഷേക്കിംഗ് ലൈൻസ്, ഡാൻസിങ്, നമ്മളിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും വെറുതെ. ഫസ്റ്റ് ഈസ് കറക്റ്റ്. ഡിസീസ് ഹാസ് ബീൻ സയൻറ്റിഫിക്കലി ലിങ്ക്ഡ് ടു എ വൈറൽ ഇൻഫെക്ഷൻ സ്പ്രെഡിങ് ഇൻ ഉഗാണ്ട. സോ അതിൻ്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം. ദ എക്സാക്ട് കോസ് ഓഫ് ദ ഡിസീസ് റിമെയിൻസ് അൺനോൺ. റിക്കവറി ഈസ് വെരി ഈസി, ലൈക്ക് മോസ്റ്റ് പേഷ്യൻസ് റിക്കവർ വിത്തിൻ എ വീക്ക് with treatment, but the underlying reason എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കൃത്യമായിട്ട് അറിയില്ല. It has been compared to dancing plague of 1518 in France, where people exhibited similar uncontrollable movements for days. അതുപോലെ തന്നെ ആണ് ഈ ഡിസീസിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഡിങ്ക എന്നൊക്കെ പറയുമ്പോൾ തന്നെ. Gallant IAS, chasing your passion to ace.